അപ്പോൾ നമുക്ക് ടോപ്പ് ഡൗണിൻ്റെ നോക്കാം. കുറച്ച് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ അഡ്വാൻറ്റേജ് ആണെന്ത്? സോ ഗൈസ്, വെൽക്കം ടു എൻട്രി എലിവേറ്റ് ACCA. ഞാൻ സ്റ്റീവ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ACCAയുടെ പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പേപ്പറിലെ ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം ഓഫ് ബഡ്ജറ്റാണ്. നമുക്ക് പല ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് ഉണ്ട്. അതിൽ തന്നെ നമ്മൾ ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം ഓഫ് ബഡ്ജറ്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്കപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ബഡ്ജറ്റ്സിനെ നമ്മളിപ്പോൾ രണ്ടായിട്ട് എന്ത് ചെയ്തേക്കാണ്, കാറ്റഗറൈസ് ചെയ്തേക്കാണ് ബേസ്ഡ് ഓൺ എന്ത്, പാർട്ടിസിപ്പേഷൻ. എന്ന് വെച്ചാൽ there are basically two ways in which a budget can be set, from the top down imposed budget or from bottom up participatory budget. എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന രീതി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്, ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ്. എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇമ്പോസ്ഡ് ബഡ്ജറ്റാണ്. മീൻസ് മാനേജ്മെൻറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എല്ലാ ഡിസിഷനും എടുത്ത് ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് ആർക്ക് കൊടുക്കും, എംപ്ലോയീസിന് കൊടുക്കും. ബോട്ടം അപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കുറച്ചും കൂടെ പാർട്ടിസിപ്പേറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ എംപ്ലോയീസ് പറയും എന്തൊക്കെ ചെയ്യണം, എത്രയൊക്കെ അവർക്ക് ഫണ്ട് വേണ്ടി വരും, അതൊക്കെ എംപ്ലോയീസ് പറയും. അതനുസരിച്ച് നമ്മുടെ ടോപ്പ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. അതിനാണെന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്ററി ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷൻ അനുസരിച്ച് നമ്മൾ രണ്ട് രീതിയിലാണ് എന്ത് ചെയ്തേക്കുന്നത്, ബഡ്ജറ്റിനെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്, ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ്. നമുക്കപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ടോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു ടേം ഉണ്ട്, എന്ത്, ഇമ്പോസ്റ്റ് സ്റ്റൈൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് അടിച്ചേൽപ്പിക്കുന്ന പോലെയാണ്. മീൻസ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, അവർ ഇത്ര ഫണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അവർ അത്രയും യൂസ് ചെയ്യാവുള്ളൂ, അത് കറക്റ്റായിട്ട് നേരിട്ട് അങ്ങ് പറയും. അവർ എംപ്ലോയീസിൻ്റെ അടുത്തോ അവരുടെ ടീം ലീഡിൻ്റെ അടുത്തോ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സിൻ്റെ അടുത്തോ ഒന്നും ചോദിക്കത്തില്ല. ഡയറക്റ്റ്ലി എന്ത് ചെയ്യും, നമ്മുടെ ടോപ്പ് സീനിയർ ലെവൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് അങ്ങ് കൊടുക്കും. അത്രേ അവർ ചെയ്യുള്ളൂ. സോ അതുകൊണ്ടാണ് അതിനെ നമ്മളെന്ത് പറയുന്നത്, imposed style എന്ന് പറയുന്നത്. An imposed or top down budget is when higher ups in a company like managers or executives set the budget without asking or involving the people who will be actually using the budget. അല്ലേ, ആരാണ് മണി യൂസ് ചെയ്യുന്നത്, ആരാണ് ആ ഒരു ബഡ്ജറ്റ് യൂസ് ചെയ്യുന്നത്, അവരോടൊന്നും നമ്മൾ ചോദിക്കത്തില്ല. ഡയറക്റ്റ്ലി മാനേജേഴ്സ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിൽ ഡിസിഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. The people at the bottom who have to work with the budget don't get to give an input or have a say on how much money they are given. അല്ലേ, എത്ര അവർക്കൊരു സേ ഇല്ല. മീൻസ് ഇവർ പറയുന്നു, അവർ കേൾക്കുന്നു, അത്ര ഉള്ളു പണി. മീൻസ് കുറച്ചും കൂടെ ഒരു ട്രഡീഷണൽ മെത്തേഡാണ് എന്ത്, നമ്മുടെ ടോപ്പ് ഡൗൺ മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻസ്റ്റഡ് ദേ ആർ സിംപ്ലി ടോൾഡ് ഹൗ മച്ച് ദേ ക്യാൻ സ്പെൻഡ് ആൻഡ് ദേ ഹാവ് ടു വർക്ക് വിത്ത് ദോസ് ലിമിറ്റ്സ്. അത്ര ഉള്ളു സംഭവം. മീൻസ് എത്ര ഇവരോടൊന്നും ചോദിക്കത്തില്ല, പക്ഷേ എത്ര എമൗണ്ടാണ് ഇവർ സ്പെൻഡ് ചെയ്യുന്നത് അത് പറഞ്ഞു കൊടുക്കും. അവരത് വെച്ച് എന്ത് ചെയ്തോളണം, സ്പെൻഡ് ചെയ്തോളണം. അവർക്ക് അതിലെന്ത് ചെയ്തില്ല, ഒരു സേ ഇല്ല. മാനേജ്മെൻറ്റ് മീൻസ് നമ്മുടെ എംപ്ലോയീസിനോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സിനോ ഒരു ഇൻവോൾവ്മെൻറ്റ് എവിടെ ഇല്ല, ബഡ്ജറ്റ് പ്രിപ്പറേഷനിൽ ഇല്ല. അത്ര ഉള്ളു സിംപ്ലി പറഞ്ഞാൽ എന്ത്, നമ്മുടെ ടോപ്പ് ഡൗൺ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് ഇസ് ഡിസൈഡഡ് ബൈ ദ ഹയർ മാനേജ്മെൻറ്റ് ആൻഡ് ദ ലോവർ ലെവൽ എംപ്ലോയീസ് മസ്റ്റ് ഫോളോ ഇറ്റ് വിത്തൗട്ട് മച്ച് ഇൻഫ്ലുവൻസ് ഓൺ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. മെയിൻ ആയിട്ടുള്ള ഒരു കീ ടേമാണ്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ആരില്ല, ലോവർ ലെവൽ എംപ്ലോയീസ് വരുന്നില്ല. അതൊരു കീ ടേമാണ്, നോക്കി വെച്ചോ. തിയറി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ കീ ടേം യൂസ് ചെയ്യണം എന്തായാലും. സോ ഇതാണ് ബേസിക്കലി നമ്മുടെ എന്ത്, ടോപ്പ് ഡൗൺ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ. ടോപ്പ് ഡൗൺ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ സീനിയർ ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സീനിയർ എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിസിഷനും കാര്യങ്ങളൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഫണ്ട് അലോക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്ത് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അത് ആര് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം, എംപ്ലോയീസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകണം. അവർക്ക് അതിലെന്തില്ല, ഒരു ഇൻഫ്ലുവൻസ് ഇല്ല. സോ അതാണ് ടോപ്പ് ഡൗൺ എന്ന് പറയുന്നത്. അതിൻ്റെ വേറൊരു ടേമാണ് എന്ത്, ഇമ്പോസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ഇതിനാണ് നമ്മുടെ ഒരു ടോപ്പ് ഡൗണിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇത് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോപ്പ് ഡൗണിൻ്റെ നോക്കാം, കുറച്ച് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ അഡ്വാൻറ്റേജ് ആണെന്ത്, സ്ട്രാറ്റജിക് പ്ലാൻസ് ലൈക്ലി ടു ബി ഇൻകോർപ്പറേറ്റഡ്. ഇത് ഉണ്ടാക്കുന്ന ആരാ, നമ്മുടെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഹയർ ലെവൽ മാനേജേഴ്സ് ആണ്. അല്ലേ, മീൻസ് സ്ട്രാറ്റജിക് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലേ, സോ ആ കേസിൽ ഇതിലെന്ത് കാണും, സ്ട്രാറ്റജിക് പ്ലാൻസ് ഇൻകോർപ്പറേറ്റഡ് ആയിരിക്കും. ശരിയല്ലേ, കാരണം ഈ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നവരാ നമ്മുടെ സ്ട്രാറ്റജിക് ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ, എക്സിക്യൂട്ടീവ്സ്, വലിയ വലിയ മാനേജേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ആ ഒരു ബഡ്ജറ്റിൽ എന്ത് കാണും, സ്ട്രാറ്റജിക് പ്ലാൻസ് കാണും. ഒരു ഓർഗനൈസേഷൻ്റെ വലിയ വലിയ പ്ലാൻസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ റിലയൻസിൻ്റെ കേസിൽ ജിയോയുടെ ഇൻട്രൊഡക്ഷൻ അതെന്തായിരുന്നു, ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ആയിരുന്നു. അപ്പോൾ അതുപോലെ സ്ട്രാറ്റജിക് പ്ലാൻസ് ഒക്കെ എന്താവും, ബഡ്ജറ്റ്സിൽ ഇൻകോർപ്പറേറ്റഡ് ആവും. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണെന്ത്, ഡിക്രീസ് ഇൻപുട്ട് ഫ്രം അൺഇൻഫോംഡ് ഓർ ഇൻഎക്സ്പീരിയൻസ് ലോവർ ലെവൽ എംപ്ലോയീസ്. ഇത് ആക്ച്വലി ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മളിവിടെ നേരെ അങ്ങ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ്, ആര്, ഹയർ ലെവൽ മാനേജ്മെൻറ്റ്. ഇവിടെ നമ്മൾ ലോവർ ലെവൽ എംപ്ലോയീസിൻ്റെ അടുത്തോ
ഒന്നും പോയി ചോദിക്കുന്നില്ല. സോ അവരുടെ അടുത്ത് നിന്നുള്ള ഇൻപുട്ട് എടുക്കാത്ത കാരണം ആക്ച്വലി ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. കാരണം എന്താ, അവർ അത്ര എക്സ്പീരിയൻസ്ഡ് ഒന്നും ആയിരിക്കത്തില്ല. ബഡ്ജറ്റ് പ്രിപ്പറേഷനിലോ നമ്മളെ ഫ്യൂച്ചറിൽ എത്ര എക്സ്പെൻസ് വരുമെന്നോ ഒന്നും അവർക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയത്തില്ലായിരിക്കും. സോ അത് കാരണം അവരുടെ അടുത്ത് ഇൻപുട്ട് എടുക്കാത്തത് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വേണേൽ പറയാം. ശരിയല്ലേ? പിന്നെ ലെസ് ടൈം ടേക്കിംഗ് ആണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് സീനിയർ ലെവൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് അതങ്ങ് പ്രിപ്പയർ ചെയ്ത് പോയാൽ മതി. ബഡ്ജറ്റ് അങ്ങ് പ്രിപ്പയർ ചെയ്ത് പോയാൽ മതി. അവിടെ നമ്മൾ ആരുടെ അടുത്തും ചോദിക്കേണ്ട, ലോവർ ലെവൽ എംപ്ലോയീസിൻ്റെ അടുത്ത് ഓരോരുത്തരുടെ അടുത്ത് ഒന്നും പോയി ചോദിക്കേണ്ട. ജസ്റ്റ് ഡയറക്റ്റ്ലി എന്ത് ചെയ്താൽ മതി, ബഡ്ജറ്റ് അങ്ങ് പ്രിപ്പയർ ചെയ്താൽ മതി. സോ ടൈം ടേക്കിംഗ് എന്താണ്, ടൈം അത്ര എടുക്കത്തില്ല. മീൻസ് നമുക്ക് പെട്ടെന്ന് സംഭവം ചെയ്തങ്ങ് തീർക്കാൻ പറ്റും. മാനേജ്മെൻറ്റ് വരുന്നു, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. മീൻസ് കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് കുറവായിരിക്കും. എന്തിന്? ടോപ്പ് ഡൗൺ ബഡ്ജറ്റിങ്. ഇനി അടുത്തൊരു അഡ്വാൻറ്റേജ് ആണെന്ത്, യൂസ് ഓഫ് സീനിയർ മാനേജ്മെൻറ്റ് അവയർനെസ് ഓഫ് ടോട്ടൽ റിസോഴ്സ് അവൈലബിലിറ്റി. ഇത് ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ്. കാരണം നമ്മൾ ലോവർ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് അടുത്ത് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ അടുത്തൊക്കെ പോയി ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സംഭവം ഇൻഫർമേഷനോ കാര്യങ്ങളോ ഒന്നും കറക്റ്റായിട്ട് അറിയത്തില്ലായിരിക്കും. അവരെന്തെങ്കിലുമൊക്കെ ഡേറ്റ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളോട് പറയുന്നത് ഇത്രയും ബഡ്ജറ്റ് വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഒരു സീനിയർ ലെവൽ മാനേജ്മെൻറ്റ് അങ്ങനെയല്ല. അവർക്ക് കറക്റ്റ് ഡേറ്റ ആണ് കയ്യിൽ, എത്രയാണ് നമുക്ക് ഫണ്ടുള്ളത്, അതിനനുസരിച്ച് അവരെന്ത് ചെയ്തോളും, കറക്റ്റായിട്ട് എന്ത് ചെയ്തോളും, നമുക്ക് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തോളും. അതാണ് അടുത്തൊരു അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് എന്ത് നോക്കാം, ഇതിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജ് നോക്കാം. അപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജസ് നോക്കി, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ടോപ്പ് ഡൗൺ അപ്രോച്ചിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ആദ്യത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണിത്, ഇഗ്നോർ ലോവർ ലെവൽ എംപ്ലോയീസ് ഇനിഷ്യേറ്റീവ്സ്. കാരണം നമ്മുടെ ലോവർ ലെവൽ എംപ്ലോയീസിൻ്റെ അടുത്ത് ഒന്നും ചോദിക്കാതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. സോ അവരുടെ ആ ഒരു ഇൻപുട്ട് അതൊന്നും എടുക്കാതെ നമ്മൾ ജസ്റ്റ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുവാണ്. സോ അവിടെ എന്തായിരിക്കും, അവിടെ അവർ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത പോലെ ആകും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി അടുത്ത ഡിസഡ്വാൻറ്റേജ് ആണെന്ത്, ഡിസപ്പിയർ ദ എഫക്റ്റ് ഓഫ് ടീം സ്പിരിറ്റ്. റെഡ്യൂസ് എന്ത്, നമുക്കൊരു ടീം സ്പിരിറ്റ് കാണത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാ എംപ്ലോയീസിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി ചോദിക്കുകയാണ്, നമുക്ക് എത്ര ഫണ്ട് വേണ്ടി വരും, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഹാപ്പിനെസ് ആയിരിക്കും അല്ലേ. അതേസമയം നമ്മളൊന്നും ചോദിക്കുന്നില്ല, വെറുതെ നിങ്ങൾ ഇത്ര ഇത് സ്പെൻഡ് ചെയ്തോണം എന്നിങ്ങനെ ഡയറക്റ്റ്ലി പറയുവാണ്. അങ്ങനെ വരുമ്പോൾ എന്താ, അവിടെ ഒരു ടീം സ്പിരിറ്റ് കാണത്തില്ല. മീൻസ് ഒരു കോർഡിനേഷനും കാര്യങ്ങളൊന്നും കാണത്തില്ല. അതാണ് അടുത്ത ഡിസഡ്വാൻറ്റേജ്. ഇനി അടുത്ത ഡിസഡ്വാൻറ്റേജ് ആണെന്ത്, നമുക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ കാണും എംപ്ലോയീസിന് അല്ലേ. ഡിസാറ്റിസ്ഫാക്ഷൻ, പിന്നെ ഡിഫെൻസീവ്നെസ്, ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരും. മീൻസ് എംപ്ലോയീസിനൊക്കെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, അവർക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ഡിസാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അവർ ഡിഫെൻഡ് ചെയ്യും, നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ വന്ന് ഒരു ഡിഫെൻസീവ് മീൻസ് കുറച്ച് അറഗൻ്റ് ആയിട്ട് അങ്ങനെ ആ രീതിയിൽ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ പോകും. കുറച്ചും കൂടെ നെഗറ്റീവ് അപ്രോച്ച് ആയിരിക്കും വരുന്നത്. പിന്നെ ഇതെന്തായിരിക്കത്തില്ല, can be unachievable if local environment is not considered. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ലോക്കൽ എൻവയോൺമെൻറ്റ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് നമ്മുടെ മാനേജ്മെൻറ്റ് അങ്ങ് വന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എന്ത് വരും, ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരും. കാരണം ലോക്കൽ എൻവയോൺമെൻറ്റ് അറിയാവുന്ന ആരാ, നമ്മുടെ എംപ്ലോയീസാണ്. ആ എംപ്ലോയീസിൻ്റെ അടുത്ത് ഒന്നും ചോദിക്കാതെ, മീൻസ് എംപ്ലോയീസിനായിരിക്കും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അറിയാവുന്നത്. മീൻസ് എന്തെങ്കിലും ചെറിയ എക്സ്പെൻസ് വരുന്നത് അതൊക്കെ അറിയാവുന്ന ആർക്കായിരിക്കും, ലോവർ ലെവൽ എംപ്ലോയീസ് ആയിരിക്കും. സോ അവരുടെ അടുത്തൊന്നും പോയി ചോദിക്കാതെ വെറുതെ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ബഡ്ജറ്റിൻ്റെ ടാർഗറ്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പ് ഡൗൺ അപ്രോച്ചിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബോട്ടം അപ്പ് അപ്രോച്ച് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്ത ടൈപ്പ് ബഡ്ജറ്റ് ബോട്ടം അപ്പ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ എന്ന് വെച്ചാൽ നമ്മൾ എംപ്ലോയീസിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു ദായെന്നാണ് എന്ത് ചെയ്യുന്നത്, ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്ത് വരുന്നത്.
Means participative or bottom-up budgeting is when the people who will use the budget, like managers or department heads, are involved in setting it. Instead of top management deciding everything, everyone gets a chance to suggest how much money they need for their work. This makes the budget more realistic and practical. ഏറ്റവും അടിപൊളി ഒരു ബഡ്ജറ്റിംഗ് സ്റ്റൈലാണെന്ത് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ഇതിന് ഡിസ്അഡ്വാൻറ്റേജ് ഒന്നും ഇല്ലാതല്ല, കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിരിക്കും, കുറച്ചും കൂടെ എന്തായിരിക്കും പ്രാക്ടിക്കൽ ആയിരിക്കും എന്നത് നമ്മുടെ ബോട്ടം അപ്പ് ബഡ്ജറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ എംപ്ലോയീസിൻ്റെ അടുത്ത് പോയി ചോദിക്കും നമുക്ക് എത്ര വേണം, എമൗണ്ട് എത്ര വേണ്ടി വരും, നമുക്ക് എല്ലാം ഒന്ന് കൺസിഡർ ചെയ്താൽ എത്ര വേണ്ടി, അപ്പോൾ അവർ പറയും നമുക്ക് ഇത്ര എമൗണ്ട് ആയിരിക്കും വേണ്ടി വരുന്നത്, അതൊക്കെ കറക്റ്റായിട്ട് അവർ പറയും, ഇത്ര ടൈം ആയിരിക്കും വേണ്ടി വരുന്നത്, അതെല്ലാം കറക്റ്റായിട്ട് പറയും. കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിരിക്കും, കുറച്ചും കൂടെ ലോവർ ലെവൽ എൻവയോൺമെൻറ്റ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് എന്തായിരിക്കും കുറച്ചും കൂടെ പ്രാക്ടിക്കലായിരിക്കും എന്ത് നമ്മുടെ ബോട്ടം അപ്പ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. മീൻസ് പാർട്ടിസിപ്പേറ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ എംപ്ലോയീസിനെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലിലെ ബോട്ടം അപ്പ് ബഡ്ജറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ടോപ്പ് ഡൗണിൽ നോക്കിയ പോലെ തന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണത് ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ ഫ്രം പീപ്പിൾ ഫെമിലിയർ വിത്ത് കണ്ടീഷൻ. ശരിയല്ലേ, നമ്മൾ ആ ഒരു എംപ്ലോയീസ് ലോവർ ലെവൽ എംപ്ലോയീസിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്, അവർക്ക് ആ ഒരു ലോക്കൽ എൻവയോൺമെൻറ്റ് ലോക്കൽ കണ്ടീഷനും കാര്യങ്ങളൊക്കെ അറിയാം. സോ ആ ഒരു ഇൻഫർമേഷൻ എടുത്ത് ചെയ്യുമ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിരിക്കും. അടുത്തൊരു അഡ്വാൻറ്റേജ് ആണെന്നത് നോളജ് സ്പ്രെഡ് അമംഗ് സെവറൽ മാനേജേഴ്സ് പുൾ ടുഗദർ. ശരിയല്ലേ, പല എംപ്ലോയീസിൻ്റെ അല്ലെ പല ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സിൻ്റെ പല ടീം ലീഡ്സിൻ്റെ ഓരോ ഇൻപുട്സ് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ കുറേ ആൾക്കാരുടെ നോളജൊക്കെ ഉള്ളതുകൊണ്ട് അത് അത്രയും അടിപൊളിയായിരിക്കും, വെറും ഒരാൾ ചിന്തിച്ചൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ മോറൽ ആൻഡ് മോട്ടിവേഷൻ ഇസ് ഇംപ്രൂവ്ഡ്. ശരിയല്ലേ, നമ്മുടെ എംപ്ലോയീസിൻ്റെ അടുത്തെല്ലാം നമ്മൾ ചോദിക്കും, അവരുടെ ആ ഒരു മോട്ടിവേഷൻ അവർക്കൊരു ഫീൽ വരും, ഓ നമ്മുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്, നമുക്കതിന് പറയാനൊരു പവറുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കും, നമ്മൾ പണ്ട് ക്ലാസ്സിലൊക്കെ ഒരാളെ പിടിച്ച് ക്ലാസ് ലീഡർ ആക്കി കഴിഞ്ഞാൽ അവൻ്റെ കോൺഫിഡൻസ് ഒക്കെ നല്ല രീതിയിൽ ബൂസ്റ്റ് ആകത്തില്ലേ അല്ലേ, കുറച്ച് ഓവർ കോൺഫിഡൻസും വരും, അത് സ്വാഭാവികമാണ്. പക്ഷേ അതേപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ എന്താകും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകും. പിന്നെ കോർഡിനേഷൻ ഇമ്പ്രൂവ് ആകും. ശരിയല്ലേ, നമ്മൾ നേരത്തെ നമ്മുടെ ടോപ്പ് ഡൗണിലൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞായിരുന്നു കോർഡിനേഷൻ ഒന്നും കാണത്തില്ല എന്നൊക്കെ. അത് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ആണ്, കാരണം ഇവിടെ ഒരു കോർഡിനേഷനും കാര്യങ്ങളൊക്കെ വരും. കാരണം ഇവർക്ക് അറിയാമായിരിക്കും എന്ത് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതെല്ലാം സെറ്റായിട്ട് ഇവർക്ക് കറക്റ്റായിട്ട് അറിയായിരിക്കും. പിന്നെ റിസോഴ്സ് റിക്വയർമെൻറ്റ് ആർ ഇൻക്ലൂഡഡ് മോർ റിയലിസ്റ്റിക് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിയലിസ്റ്റിക് ആയിരിക്കും. ഇൻക്രീസസ് ഓപ്പറേഷണൽ മാനേജേഴ്സ് കമ്മിറ്റ്മെൻറ്റ്. ശരിയല്ലേ, കാരണം അവരാണ് ഓപ്പറേഷണൽ മാനേജേഴ്സ്, മീൻസ് ചെറിയ ചെറിയ മാനേജേഴ്സാണ് നമ്മളെ എത്ര ബഡ്ജറ്റ് വേണമെന്നൊക്കെ പറഞ്ഞത് അല്ലേ. സോ അവരാണ് പറഞ്ഞത്, സോ അവരെന്ത് ചെയ്യും അത് മാക്സിമം അച്ചീവ് ചെയ്യാൻ നോക്കും. സോ അവരുടെ കമ്മിറ്റ്മെൻറ്റ് എന്തായിരിക്കും ഭയങ്കര ഹൈ ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് നമ്മുടെ ബോട്ടം അപ്പ് ബഡ്ജറ്റിങ്ങിൻ്റെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബോട്ടം അപ്പ് ബഡ്ജറ്റിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബഡ്ജറ്റിംഗ് പ്രോസസ് ഡിമാൻഡ് ഏർലിയർ സ്റ്റാർട്ട്. ശരിയല്ലേ, കാരണം നമുക്ക് കുറേ ടൈം എടുക്കും ഇത് ഉണ്ടാക്കാൻ. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നേരത്തെ തന്നെ ഈ ഒരു ബഡ്ജറ്റിംഗ് സ്റ്റാർട്ട് ചെയ്താൽ എന്താവുള്ളൂ, ഇത് കറക്റ്റ് ടൈമിൽ തീരുള്ളൂ. സോ ബഡ്ജറ്റിംഗ് പ്രോസസ് ഡിമാൻഡ് ഏർലിയർ സ്റ്റാർട്ട്. പിന്നെ കാൻ ബി അൺഅച്ചീവബിൾ ഇഫ് മാനേജേഴ്സ് ആർ നോട്ട് എക്സ്പീരിയൻസ്ഡ് ഓർ നോളജബിൾ. ശരിയല്ലേ, നമ്മുടെ മാനേജേഴ്സിനൊന്നും അത്ര ഐഡിയ ഇല്ല, അവർക്കൊന്നും അത്ര നോളജ് ഇല്ല, ബഡ്ജറ്റ് എന്താണെന്ന് പോലും അവർക്ക് അറിയത്തില്ല എന്ന് വിചാരിക്കും. ശരിയാണ്, അങ്ങനത്തെ ഒരു മാനേജേഴ്സൊക്കെ വരും. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം ഫിനാൻസ് അല്ലാത്ത കമ്പനീസ് IT റിലേറ്റഡ് കമ്പനീസ് ആണെന്നൊക്കെ വിചാരിക്കും, അവിടെ പോയിട്ട് ബഡ്ജറ്റ് വേരിയൻസ് അനാലിസിസ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാ മാനേജേഴ്സും കത്തിന്ന് വരത്തില്ല. സോ അങ്ങനത്തെ കേസിൽ നമുക്ക് ബോട്ടം അപ്പ് ബഡ്ജറ്റിംഗ് എന്തായിരിക്കും അത്ര അടിപൊളിയായിരിക്കത്തില്ല, കാരണം അത്ര മാനേജേഴ്സിന് അത്ര നോളജ് ഇല്ല, അവർക്ക് അത്ര ഇതില്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ചേഞ്ചസ് അറ്റ് ടോപ്പ് ലെവൽ മേ കോസ് ഡിസാറ്റിസ്ഫാക്ഷൻ. ഇത് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലോവർ ലെവൽ മാനേജേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുവാണ്, അവരുടെ അടുത്ത് പോയി ചോദിച്ച് അവർ പറയുകയാണ് ഇത്ര എമൗണ്ടാണ് വേണ്ടത്, അങ്ങനെ ഓക്കെ പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വരുവാണ്. ടോപ്പ് ലെവലിൽ എത്തിയപ്പോൾ നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് പറയുകയാണ് ഇതൊന്നും വേണ്ട നമ്മൾ തന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് അവരൊരു വലിയ ചേഞ്ച് കൊണ്ടുവരുവാണ്. ലോവർ ലെവൽ മാനേജേഴ്സ് പറഞ്ഞത് നമുക്ക് 1 lakh വേണമെന്നാണ്, ടോപ്പ് മാനേജ്മെൻറ്റ് അതെല്ലാം മാറ്റി കളഞ്ഞിട്ട് പറയുകയാണ് നമുക്ക് 80,000 മതി എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ലോവർ ലെവൽ എംപ്ലോയീസിന് ഭയങ്കര ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഇവരുടെ അടുത്ത് ചോദിച്ചിട്ടും അവരുടെ ആ ഒരു സംഭവം അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ടൈം കൺസ്യൂമിംഗ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ തുടങ്ങേണ്ടി വരും. എന്തുകൊണ്ടാണ് ടൈം കൺസ്യൂമിംഗ് ആണ്, നമ്മളെല്ലാവരുടെ അടുത്തും ചോദിച്ച് വരേണ്ടി വരും. സോ അത്രയും ടൈം കൺസ്യൂം ആയിരിക്കും. പിന്നെ ടാർഗറ്റ് മേ ബി ഈസിലി അറ്റൈനബിൾ ആൻഡ് നോട്ട് ചാലഞ്ചിങ് ഹെൻസ്. ചിലപ്പോൾ ഇവരെന്ത് ചെയ്യും, ലോവർ ലെവൽ എംപ്ലോയീസിൻ്റെ അടുത്താണ് നമ്മൾ പോയി ചോദിക്കുന്നത്, അവരെന്ത് ചെയ്യും, അവരല്ലേ പണിയെടുക്കുന്നത്, അവരെന്ത് ചെയ്യും അവർ കുറച്ചും കൂടെ കുറേ എമൗണ്ട് എടുത്ത് ഇവരെന്ത് ചെയ്യും ബഡ്ജറ്റിൽ ഇടാൻ പറയും. കാരണം എന്താ, അവർക്കപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് പതിയെ പണിയെടുക്കാം, കുറച്ചും കൂടെ കുറേ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യാം, അതൊക്കെ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതാണ് പറയുന്നത്
ടാർഗറ്റ് മേ ബി ഈസിലി അറ്റൈനബിൾ ആൻഡ് നോട്ട് ചാലഞ്ചിങ് ഹെൻസ്. അതാണ് അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. സോ ഇതാണ് നമ്മുടെ ബോട്ടം അപ്പ് ബഡ്ജറ്റിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. സോ ഇന്ന് നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്തത് ടോപ്പ് ഡൗൺ ബഡ്ജറ്റ് എന്താണെന്ന് നോക്കി, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നോക്കി, ബോട്ടം അപ്പ് ബഡ്ജറ്റിങ് എന്താണെന്ന് നോക്കി, അതിൻ്റെ എന്ത് നോക്കി, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കി. സോ ഇതൊക്കെയാണ് നമ്മൾ നോക്കി. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. തിയറി കോൺസെപ്റ്റ്സ് ആണ്, മറന്നു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മുടെ മെൻറ്റേഴ്സ് അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.